ഹരേ കൃഷ്ണ. ഈ ക്ലാസ്സിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നാമത്തെ പറ്റി എടുത്തത് എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എടുക്കുന്നത് ആവർത്തനമാണെങ്കിൽ ഒന്നുകൂടെ ശ്രദ്ധിച്ചു കേട്ട് മനസ്സിൽ ഇരുത്തുക. 4 യുഗങ്ങളുണ്ട്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ അങ്ങോട്ട് ചോദിക്കുമ്പോൾ ആരെങ്കിലും ഇങ്ങോട്ട് ഒരു കുറച്ചെന്തെങ്കിലും പറയണം, അപ്പോൾ എനിക്കൊരു എനർജി കിട്ടും. ഏതൊക്കെയാണ് 4 യുഗം? സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. മ്യൂട്ടായിപ്പോ ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പോൾ കേൾക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞൊന്നും കേട്ടില്ലല്ലേ? ഓക്കെ, അങ്ങനെ മ്യൂട്ടായി പോയാൽ എന്നെ അറിയിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞത് 4 യുഗങ്ങൾ. 4 യുഗങ്ങൾ. കലിയുഗത്തില് ഉള്ളവർക്ക് ചില പ്രത്യേകതകളുണ്ട്. മറ്റു യുഗങ്ങളിലുള്ളവരുമായിട്ട് നോക്കുമ്പോൾ അവര് അല്പായുസുകളാണ്. മന്ദ എന്ന് പറഞ്ഞാൽ ബുദ്ധി കുറവാണ്. നമ്മൾ വിചാരിക്കും നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിയുണ്ടെന്ന്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ജീവിതത്തിന്റെ അർത്ഥം എന്താണ്, അല്ലെങ്കിൽ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമുക്ക് അത്ര ബുദ്ധിയില്ല. സുമന്ദമതയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വേണ്ടാത്ത വഴിക്ക് നമ്മളെ അങ്ങോട്ട് പോകൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോകും. നല്ല വഴി കാണിച്ചു തന്നാൽ അങ്ങോട്ട് പോകത്തില്ല. ഇത് കലിയുഗത്തിലുള്ളവരുടെ. മന്ദഭാഗ്യ, ദൗർഭാഗ്യം, എപ്പോഴും മനസ്സിൽ എന്തെങ്കിലും ചിന്തിച്ചിങ്ങനെ വിഷമിച്ചു കൊണ്ടേയിരിക്കും. ഉപദ്രുത, എപ്പോഴും ഡിസ്റ്റർബ്ഡ്. അപ്പൊ ഇതാണ് കലിയുഗത്തിലുള്ള ആൾക്കാർ. ഇപ്പോൾ ഓരോ യുഗത്തിലും മുക്തിക്ക് വേണ്ടി ഓരോ വഴികൾ പറഞ്ഞു തന്നിട്ടുണ്ട്. സത്യയുഗത്തില് ധ്യാനം, കൃതേയധ്യായതോ വിഷ്ണു, ധ്യാനം. ത്രേതായുഗത്തിൽ യജതോ മഖേ, യജ്ഞം. ദ്വാപരേ പരിചര്യായാം, ദ്വാപരയുഗത്തില് ശ്രീമൂർത്തി പൂജ. കലൗ തത്താരി കീർത്തന, കലിയുഗത്തില് ഭഗവാന്റെ നാമജപം. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ മൂർത്തി പൂജയും നമ്മൾ ചെയ്യാറുണ്ട്, അതിൽ വല്ല തെറ്റുമുണ്ടോ എന്ന് ചോദിച്ചാൽ തെറ്റൊന്നുമില്ല. കാരണം ദ്വാപരയുഗം കഴിഞ്ഞ ഉടനെയുള്ളതാണ് കലിയുഗം. അപ്പോൾ ദ്വാപരയുഗത്തിലെ കുറച്ച് കാര്യങ്ങളൊക്കെ കലിയുഗത്തിലോട്ട് തുടക്കത്തിലുണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ പിന്നെ അതൊക്കെ ഇല്ലാതായി പോകും. അതൊന്ന്. 2, ദ്വാപരയുഗത്തില് മൂർത്തി പൂജ എങ്ങനെയാണോ ചെയ്യുന്നത് അത് അത്രയും എലാബറേറ്റ് ആയിട്ടൊന്നുമല്ല നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പം നമ്മൾ വീട്ടിൽ ഒരു പൂജ ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു ചന്ദനത്തിരി എടുത്ത് ഇങ്ങനെയൊന്ന് ആക്കി വെക്കും. പക്ഷെ മൂർത്തി പൂജ ഇപ്പോഴാണേലും അമ്പലത്തിന്റെ ഒരു സ്റ്റാൻഡേർഡിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ ഇതൊന്നും കലിയുഗത്തിലുള്ളവർക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് കലൗ തത്താരി കീർത്തനാത്, ഭഗവാന്റെ നാമം ജപിക്കുക എന്നാണ് പറയുന്നത് കലിയുഗത്തില്. ഇനിയും അപ്പോൾ നമുക്കൊരു ചോദ്യം വരും, ഏത് നാമമാണ് ജപിക്കേണ്ടത്? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഇതി ഷോഡശകം നാംനാം കലികൽമഷനാശനം. ഷോഡശകം എന്ന് പറഞ്ഞാൽ 16. ഈ 16 വാക്കുകൾ കലിയുഗത്തിലെ എല്ലാ കൽമഷങ്ങളും മാറ്റിത്തരും. അതുകൊണ്ടാണ് ഈ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഈ നാമമാണ് നമ്മൾ ജപിക്കേണ്ടത്. ചിലപ്പോൾ പൊതുവെ നമ്മൾ മലയാളികൾക്കൊരു സംശയം വരും. കാരണം നമ്മുടെ അമ്മമാരൊക്കെ ചൊല്ലിക്കൊണ്ടിരുന്ന ഹരേ രാമ 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 ഹരേ ഹരേ, പിന്നെ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഹരേ, അങ്ങനെ.
ആദ്യം ഹരേ രാമ പിന്നെ ഹരേ കൃഷ്ണ. അപ്പോൾ ഇത് തിരിച്ചാണ് നമ്മൾ ചൊല്ലുന്നത്. ഹരേ കൃഷ്ണ ആദ്യം, ഹരേ രാമ രണ്ടാമത്. അപ്പൊ ഇത് നിങ്ങൾ എല്ലാവരും ഒരുപക്ഷെ ചൈതന്യ മഹാപ്രഭുവിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. ഭഗവാൻ ശ്രീകൃഷ്ണൻ മഹാപ്രഭുവായിട്ട് വന്നാണ് കലിയുഗത്തിലെ നാമപ്രചാരണം നടത്തിയത്. അപ്പൊ അങ്ങനെ നാമപ്രചാരണം നടത്തുന്ന സമയത്ത് ചില പ്രത്യേക വിഭാഗം അതിനെ എതിർത്തു. ഇത് ഞങ്ങൾക്കുള്ളതാണ്, ഇത് എല്ലാവർക്കും കൊടുക്കാൻ പാടില്ല. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, കൊടുക്കാൻ പാടില്ല, അത് ഞങ്ങളുടെ മന്ത്രമാണെന്ന് പറഞ്ഞപ്പോൾ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, ശരി, നിങ്ങളുടെ മന്ത്രം ഞാൻ കൊടുക്കുന്നില്ല. ചൈതന്യ മഹാപ്രഭു തിരിച്ചിട്ടു, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇത് എല്ലാവർക്കും ചൊല്ലാം. ഇനിയും ഈ നാമം ചൊല്ലുന്നതിന് എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ? പലർക്കും വരുന്ന ഒരു സംശയമാണ്. അപ്പൊ നമ്മൾ ജപമാല എടുക്കൂ, നാമം ചൊല്ലൂ എന്ന് പറയുന്ന കഴിയുമ്പോഴേ, അയ്യോ ഞാൻ നോൺ വെജിറ്റേറിയൻ ആണ്, അല്ല, ഇങ്ങനെ പല പല മാനസിക ബുദ്ധിമുട്ടുകൾ പൊതുവെ ആൾക്കാർക്ക് വരും. ആർക്കും നാമജപം ചെയ്യാം. ഒരു കള്ളുകുടിയനും കൊള്ളക്കാരനും കള്ളനും ഒക്കെ നാമജപം ചെയ്യും, ഒരു കുഴപ്പവുമില്ല. ഇപ്പോ അതുകൊണ്ടുള്ള ഗുണം എന്താണ്? നമ്മള് നാമജപം ചെയ്താണ് നമ്മൾ ശുദ്ധിയാകുന്നത്. അല്ലാതെ നമ്മൾ ശുദ്ധിയായിട്ട് നാമജപം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അറിയും നമ്മൾ ശുദ്ധമായോ ഇല്ലയോ? നമ്മളറിയോ? ഓ ഈ 2026 ജനുവരി 1 തൊട്ട് ഞാൻ ശുദ്ധമാകാൻ പോവാണ്, ഡിസംബർ 31 വരെ ശുദ്ധീകരണ പ്രക്രിയ, 27 ജനുവരി 1 ഞാൻ ജപം തുടങ്ങും. ഇങ്ങനെ നടക്കുമോ? അപ്പോ ഇങ്ങനെ നടക്കില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, എപ്പോഴാണോ നമ്മൾക്കിതിന് നാമം ജപിക്കാൻ ഒരു അവസരം ഭഗവാന്റെ കൃപയാൽ കിട്ടുന്നത്, അപ്പോൾ നമ്മൾ നാമം ജപിക്കാൻ തുടങ്ങണം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബ്രഹ്മാണ്ഡ ഭ്രമിതേ കൊന ഭാഗ്യവാന ജീവ ഗുരു കൃഷ്ണ പ്രസാദേ പായ ഭക്തി ലതാ ബീജ. ബ്രഹ്മാണ്ഡ എത്ര ബ്രഹ്മാണ്ഡങ്ങളുണ്ട്? അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ. അനേക കോടി ബ്രഹ്മാണ്ഡങ്ങളുണ്ട്. ബ്രഹ്മാണ്ഡ ഭ്രമിതേ എന്ന് പറയുന്നത്, നമ്മൾ ഈ ജന്മത്തിൽ ഈ ബ്രഹ്മാണ്ഡമാണ്, അടുത്ത ജന്മത്തിൽ മറ്റൊരു ബ്രഹ്മാണ്ഡത്തിലായിരിക്കാം. ഇനിയും 84 ലക്ഷം ജീവജാലങ്ങളുണ്ട്. ഈ ജന്മത്തിൽ മനുഷ്യൻ, അടുത്ത ജന്മത്തിൽ മറ്റൊന്നാകാം. ഇങ്ങനെ നമ്മൾ എന്താണ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അതാണ് ബ്രഹ്മാണ്ഡ ഭ്രമിതേ. ഭാഗ്യവാന ജീവ, ഇങ്ങനെ ഭ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കോടാനുകോടി ജീവജാലങ്ങളില് ഭാഗ്യവാൻ, അപൂർവമായ ഭാഗ്യവാൻ, ആ ഭാഗ്യവാന് ഗുരുവിന്റെയും ഭഗവാന്റെയും കൃപ കൊണ്ട് ഭക്തിലതയുടെ ബീജം കിട്ടും. ഭക്തിയാകുന്ന ലത എന്ന് പറഞ്ഞ ചെടി, ഭക്തിലതയുടെ ബീജം കിട്ടും. അപ്പോ ആ ബീജം നമുക്ക് കിട്ടുന്നത്, പലപ്പോഴും നമ്മുടെ അടുത്തേക്ക് വരുന്നത്, ആരെങ്കിലും നമ്മളുടെ അടുത്ത് വന്നിട്ട് നാമം ജപിക്കൂ എന്ന് പറഞ്ഞുണ്ടായി തുടക്കം. അപ്പോൾ എപ്പോഴാണോ നമുക്ക് ആ അവസരം വരുന്നത്, അപ്പോൾ തന്നെ നമ്മൾ അത് എടുക്കണം. എല്ലാവരും ഒരു മാലയെങ്കിലും തീർച്ചയായിട്ടും ജപിച്ചിരിക്കണം. പണ്ട് ഒരു മഹാരാജ് ഇതുമാതിരി ഒരു സ്ഥലത്ത് പോയി, എന്നിട്ട് അവരോട് പറഞ്ഞു, എല്ലാവരും പുതിയ ആൾക്കാരാണ്, അവരോട് പറഞ്ഞു, നിങ്ങൾ മാല ജപിക്കൂ. 6 മാസം മാല ജപിക്കാം. 6 മാസം മാല ജപിച്ചിട്ട് നിങ്ങൾക്ക് സന്തോഷം വരുന്നില്ല എന്നുണ്ടെങ്കിൽ എന്നോട് പറയുക. ആർക്കാണോ സന്തോഷം വരാത്തത് അവർക്ക് ഞാൻ $10,000 തരും.
അത് മഹാരാജന്റെ ചലഞ്ചാണ്. 6 മാസം ജപിക്കൂ. അത് കഴിഞ്ഞ് നിങ്ങൾ വന്ന് പറയാ എനിക്ക് ജപിച്ചിട്ട് യാതൊരു സന്തോഷം വരുന്നില്ല, പ്രത്യേകിച്ച് ഒന്നും മഹാരാജ് പറഞ്ഞു നിങ്ങളുടെ വാക്ക് മാത്രം മതി, വേറെ പ്രൂഫ് ഒന്നും വേണ്ട. അതാണ് നാമജപത്തിന്റെ എഫക്റ്റ്. ഇപ്പോ നമ്മള് പലപ്പോഴും നമ്മൾ വിചാരിക്കും നാമം ചെല്ലുമ്പോൾ നമ്മളുടെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകും. പക്ഷേ നമ്മൾ അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല. നാമജപം തുടർന്നുകൊണ്ടേയിരിക്കുക. ഇനിയും നമ്മൾക്ക് നാമജപം വളരെ ഭംഗിയായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള മാർഗം എന്താണോ ജപിക്കുന്നത് അത് കേൾക്കുക. നാവിൽ നിന്ന് പുറത്തേക്ക് വരുന്നു, അത് ചെവിയിൽ കൂടെ കേട്ട് ഹൃദയത്തിൽ സ്ഥാപിക്കുക. അപ്പോൾ നമ്മുടെ നാമജപം വളരെ എഫക്റ്റീവ് ആയിരിക്കും. 6:15 എന്നോട് പറഞ്ഞ 6:15 വരെ ക്ലാസ് എടുക്കാനാണ്. ഹരേ കൃഷ്ണ.